പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെയൊക്കെ നമ്മൾ നിന്ന് സംസാരിച്ച ഒരു വാർത്തയായിരുന്നു ഈ മംഗലാപുരം ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന റാഗിങ്ങിനെ കുറിച്ച് അല്ലേ. അപ്പം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ റാഗിങ്ങിൽ 5 പേർ അറസ്റ്റിലാണ്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണെന്നുള്ളതാണ്. ആദർശ്, ജസിൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. കറുത്ത ഷൂ ധരിച്ചതിന്റെ പേരിൽ 2 മലയാളി വിദ്യാർത്ഥികൾ നേരിട്ട കൊടിയ മർദ്ദനം, കൊടിയ പീഡനം, ആ വാർത്തയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലാകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, 2 മലയാളി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റെങ്കിൽ അവരെ ആക്രമിച്ചതൊക്കെയും മലയാളികളായ വിദ്യാർത്ഥികൾ തന്നെയാണെന്നുള്ളതാണ്. സേതു, തീർച്ചയായും അത്തരത്തിലൊരു അപമാനം കൂടെ മലയാളി പേറേണ്ടി വരുന്നു. കാരണം ഈ മലയാളി വിദ്യാർത്ഥികൾക്കെതിരെയുള്ള റാഗിംഗ് കേസിൽ ഇപ്പോൾ ആദ്യം തന്നെ ആരോപിക്കപ്പെടുന്നുണ്ട് മലയാളികളാണ് കൂടുതൽ പ്രതികളായി വരുന്നതെന്ന ആരോപണം കർണാടക ഗവൺമെൻറ് ഉൾപ്പെടെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ മലയാളി വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ 2 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അതായത് സീനിയർ വിദ്യാർത്ഥികളാണ്, ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ വിദ്യാർത്ഥികളാണ്. കറുത്ത ഷൂ ധരിച്ചു വന്നതിനാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനവും ചോദ്യം ചെയ്യലും അതനുസരിച്ച് തുടർന്ന് മർദ്ദനവും ഉണ്ടായത്. ഇവർ പരിക്കുകളോടെ കഴുത്തിനുൾപ്പെടെ പരിക്കേറ്റ് 2 വിദ്യാർത്ഥികളും മംഗലാപുരത്ത് അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇന്നലെ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ 5 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ പൂർണ്ണമായും 5 പേരും മലയാളികളാണെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 6 പേരാണ് ഈ കേസിൽ പ്രതികൾ. എന്തായാലും വർദ്ധിച്ചു വരുന്ന ഇത്തരം റാഗിങ്ങിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഭൂരിപക്ഷവും ഇത്തരം റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് മലയാളി വിദ്യാർത്ഥികൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും അപമാനകരമായ കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രദ്ധ ബന്ധപ്പെട്ട കോളേജ് ഏറ്റെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിദ്യാർത്ഥികളെ, ഈ പ്രതികളായ വിദ്യാർത്ഥികളെ, ആരോപിതരായ വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കർണാടകയിലെ വിവിധ കോളേജുകളിൽ ഇത്തരത്തിൽ റാഗിങ്ങിനെതിരെയുള്ള വലിയ തരത്തിലുള്ള നടപടികളിലേക്കാണ് കർണാടക ഗവൺമെൻറ് ഉൾപ്പെടെ പോകുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും അപമാനകരമായ സംഭവം മലയാളികൾ തന്നെ ഇത്തരത്തിൽ ഈ റാഗിങ്ങിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. സേതു. ഓക്കെ, ശരി. രതീഷ് പറഞ്ഞ പോലെ തന്നെ, രതീഷ് പറഞ്ഞ വാക്കിനെ തന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ മലയാളികൾക്ക് വീണ്ടും വീണ്ടും അപമാനമേറുന്നു എന്നുള്ളതാണ്. 2 പഠിക്കാനായിട്ട് ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ അവിടുത്തെ ആ കോളേജിൽ ഉള്ള മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാൽ തന്നെ അവർക്ക് പരിക്കേൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ കുട്ടികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം. അത് കറുത്ത ഷൂ ധരിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ഇവർക്ക് മേൽ തട്ടിക്കയറുക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക, പിന്നെ എങ്ങനെയോ പോലീസിൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ച് ഇവർ കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയെങ്കിലും മാത്രമേ സംഭവിച്ചുള്ളൂ എന്നൊരു ആശ്വസിക്കാൻ നമുക്കൊക്കെയും കഴിഞ്ഞുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുൻപും കോളേജുകളിൽ റാഗിംഗ് വാർത്തകളും കാര്യങ്ങളൊക്കെ നിന്ന് സംസാരിച്ചതൊക്കെയുമാണ്. പക്ഷേ ഇതൊക്കെ വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്നതും സങ്കടകരവും ഒപ്പം ലജ്ജാവഹവുമാണ്. പ്രിയപ്പെട്ടവരെ,